പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ കുറച്ചുകാലമായി ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക രംഗത്ത് നടക്കുന്ന ഒരു വലിയ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങൾ ഓരോ പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ പുറത്തിറക്കുമ്പോൾ ലോകം മുഴുവനും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. എന്നാൽ ഇതാ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണത്തിൽ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു പുതിയ തന്ത്രം വരികയാണ്. ഇനി മുതൽ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കിഡിലൻ അല്ലെങ്കിൽ ഒരു വമ്പൻ സാങ്കേതിക വിദ്യയാണ്. രാജ്യത്തിന്റെ സുരക്ഷയെയും കരുത്തിനെയും പുതിയ ഉയരങ്ങളിലേക്ക് ഇനി നയിക്കും. എന്താണ് ഈ പുതിയ മാറ്റം? എന്തിനാണ് നരേന്ദ്രമോദി സർക്കാർ ഈ വലിയ തീരുമാനം എടുത്തിരിക്കുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക ശക്തി ഇപ്പോൾ പക്വതയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പുതിയ സിസ്റ്റങ്ങൾ പൂജ്യത്തിൽ നിന്ന് നിർമ്മിക്കുന്നതിന് പകരം മോഡുലാരിറ്റി അഥവാ ഘടകങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഉപയോഗിക്കാവുന്ന സാങ്കേതിക വിദ്യയിലേക്കാണ് ഇന്ത്യ നടന്നെടുക്കുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റിന്റെ സ്പെയർ പാർട്സ് പോലെ, ഉദാഹരണത്തിന് നമ്മുടെ ആകാശ് NG സംവിധാനം എടുക്കാം. ഇതിന്റെ ഘടകങ്ങൾ നമുക്ക് ആവശ്യാനുസരണം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നതാണ്. അതായത് ഒരേ സാങ്കേതിക വിദ്യ തന്നെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. പ്രത്യേകം സിസ്റ്റങ്ങൾ ഉണ്ടാക്കി സമയം കളയേണ്ടതില്ല എന്നതാണ് വളരെ സിമ്പിളായി പറയാനുള്ളത്. ഇനി എന്താണ് ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം? സിമ്പിളായി തന്നെ പറഞ്ഞുതരാം. നമ്മുടെ വ്യോമസേനയും കരസേനയും നാവികസേനയും വെവ്വേറെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരേ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇതുവഴി നിർമ്മാണ ചെലവ് വളരെ വലിയ രീതിയിൽ തന്നെ കുറയും. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഇന്ത്യക്ക് വളരെ വേഗത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനും സാധിക്കും. അമേരിക്കയും യൂറോപ്പും ഇതിനകം ഈ തന്ത്രം വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ ഊഴമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക രംഗത്ത് സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, നമ്മുടെ സ്വന്തം DRDOയുടെയും സ്വകാര്യ കമ്പനികളുടെയും കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതൊക്കെയാണ്. ഈ പുതിയ നയം വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നമുക്ക് ലാഭിക്കാൻ സാധിക്കുമെന്നതും എടുത്തു തന്നെ പറയണം. കൂടാതെ ഭാവിയിൽ മറ്റു രാജ്യങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ എളുപ്പത്തിൽ പങ്കുവയ്ക്കാനും നമ്മുടെ ഇന്ത്യക്ക് സാധിക്കും. മോദി സർക്കാരിന്റെ ഈ ശക്തമായ നയം ഇന്ത്യയെ ലോകത്തിൽ തന്നെ ഒന്നാം നമ്പർ പ്രതിരോധ സാങ്കേതിക ശക്തിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക മേഖല ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണെന്ന് പറയാം. പഴയതുപോലെ ഒത്തിരി ഡിസൈനുകൾ ഉണ്ടാക്കി സമയം കളയുന്നതിന് പകരം ഉള്ളതിനെ ഏറ്റവും മികച്ചതും ഫ്ലെക്സിബിൾ ആക്കുകയും മാറ്റുകയും ചെയ്യുക എന്നതാണ് പുതിയ വഴി. ഇത് രാജ്യത്തിന്റെ കരുത്ത് ഇരട്ടിയാക്കുമെന്നത് തീർച്ചയാണ്. ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.